ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ജിസയിലും ആര്യനും അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. പിരിഞ്ഞിരിക്കുകയെന്നൊന്നും പറയാൻ പറ്റില്ല, ശരിക്കും അവരുടെ നാടകമാണോ എന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതായത് രണ്ടുപേരും പറഞ്ഞു വെച്ച പോലെ വഴക്കുണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുടെ പേര് പറഞ്ഞിട്ട്, ചപ്പാത്തിയുടെ പേര് അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ പേരിൽ, ഇങ്ങനെ അതിൻ്റെയൊക്കെ പേരിലാണ്, ഫുഡിൻ്റെ പേരിലാണ് ജിസയിലും ആര്യനും വഴക്കുണ്ടാക്കുന്നത്. എല്ലാവരെയും കാണിക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ മുമ്പൊന്നും ഇങ്ങനെ ഫുഡിന് വേണ്ടി ഇവരിങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കിയതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവർക്ക് എന്തോ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്, രണ്ടുപേരും ഒരുമിച്ചാണ് പ്ലേ ചെയ്യുന്നത്, രണ്ടും ഒറ്റക്കെട്ടാണ്, ഇനി നമുക്ക് ഇൻഡിവിജ്വലായി കളിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അവർ പറഞ്ഞു വെച്ചതുപോലെ വഴക്കുണ്ടാക്കി രണ്ടുപേരും ഇൻഡിവിജ്വലായി കളിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അത് വളരെ നന്നായി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ആര്യന് നല്ലൊരു പ്ലെയറായിട്ട് മാറ്റണമെങ്കിൽ ജിസയിലിൻ്റെ ആ ഒരു ഷാഡോ നിന്ന് മാറണം. അപ്പോൾ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആര്യൻ നല്ലൊരു പ്ലെയർ ആവാൻ ചാൻസ് ഉണ്ട്, നല്ലൊരു എൻ്റർടൈനറാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജിസയിലിൻ്റെ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ചിലപ്പോൾ നല്ലൊരു പ്ലെയർ ആയിട്ട് തന്നെ കളിച്ചോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ.